കടുത്ത ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മുന്നോട്ടു പോക്ക് വൻ പ്രതിസന്ധിയിലെന്ന് ധനവകുപ്പ്. അടിയന്തരമായി നടപ്പിലാക്കേണ്ട പദ്ധതികൾ പോലും മുടങ്ങുമെന്നും ധനവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയെ നേരിൽ കാണും. ജനം ബ്രേക്കിംഗ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രാജീവ് ചേരുകയാണ്. രാജീവ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. ചെലവ് ചുരുക്കിയില്ലെങ്കിൽ മുന്നോട്ട് പോക്ക് പോലും അസാധ്യം എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണോ ധനവകുപ്പ് ഇതിനകം നൽകിക്കഴിഞ്ഞത്? സുരേഷ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യ ചെലവിന് പോലും കടമെടുത്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലാണ് നിലവിൽ സംസ്ഥാനം. ഈ സാമ്പത്തിക വർഷം തന്നെ കടമെടുക്കാനുള്ള പരിധിയിലേക്ക് സംസ്ഥാനം എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഓണക്കാലത്ത് പ്രതിസന്ധി നേരിട്ടതോടെ 4200 കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിലവിൽ സംസ്ഥാനം കത്ത് നൽകിയിരുന്നു. കടമെടുക്കാനുള്ള അനുമതിയായിരുന്നു ചോദിച്ചിരുന്നത്. ഏതായാലും അടിയന്തരമായി തന്നെ കടമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകുകയും ചെയ്തു. ഇപ്പോൾ ഏതായാലും താൽക്കാലികമായി പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞെങ്കിലും മുന്നോട്ട് പോക്ക് വലിയ പ്രതിസന്ധിയായി സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്, ധനവകുപ്പിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വരും മാസങ്ങളിൽ കടുത്ത ചെലവ് ചുരുക്കൽ വേണ്ടിവരുമെന്ന ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ പല പദ്ധതികളും വെട്ടിക്കുറയ്ക്കേണ്ടി വരും. നിലവിൽ തന്നെ പദ്ധതികളെല്ലാം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. മാത്രമല്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടങ്ങുന്നു, കാരുണ്യ പദ്ധതിക്ക് പണം നൽകാൻ കഴിയുന്നില്ല, KSRTCയിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം, ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഇതിനൊപ്പം തന്നെ പദ്ധതികൾ കൂടി വെട്ടിക്കുറയ്ക്കുന്നത് സംസ്ഥാനത്തെ സാരമായി തന്നെ ബാധിക്കുമെന്നും ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കടുത്ത ചെലവ് ചുരുക്കൽ വേണ്ടിവരും എന്ന നിലവിൽ ഇപ്പോൾ ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കടമെടുത്താണ് ഈ ഓണക്കാലത്ത് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകളും ഒക്കെ സർക്കാർ നൽകുന്നത്. ഇതിനൊപ്പം തന്നെ സഹകരണ സംഘങ്ങളിൽ നിന്നും വീണ്ടും 1000 കോടി കൂടി കടമെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതാണ്. കടുത്ത പ്രതിസന്ധി ഉണ്ടാവും. കാരണം ഓണക്കാലത്ത് മാത്രം സർക്കാരിന് 5000 കോടി രൂപയ്ക്കടുത്താണ് ആവശ്യമായി വരിക. ഇതിൽ 4200 കോടി രൂപയെങ്കിലും അടിയന്തരമായി കിട്ടിയില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നും സർക്കാരിന്റെ ധനവകുപ്പ്. രാജ്യവ്, ഇങ്ങനെ കടം വാങ്ങി കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഓണം കഴിയുമ്പോൾ ഓണത്തിനുള്ള പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും പിന്നീടുള്ള ഈ സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തിക ഇടപെടലുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിസന്ധി രൂപപ്പെടുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ധനവകുപ്പ് നൽകിയത്. ഇതിനൊരു ഉപാധിയായി അവർ കണ്ടെത്തുന്നത് ചെലവ് ചുരുക്കുക, കൃത്യമായ ചെലവ് ചുരുക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധി കേരളം നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും സുരേഷ്, ഈ ഓണക്കാലത്ത് കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമായിരുന്നു. ചരിത്രത്തിലാദ്യമായി ഓണക്കാലത്ത് സർക്കാർ ജീവനക്കാർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് സർക്കാർ പോകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അടിയന്തരമായി തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് 4200 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകി. പക്ഷേ വരും മാസങ്ങളിലെ മുന്നോട്ട് പോക്ക് എങ്ങനെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഒന്നാമത്തെ വിഷയം, കടമെടുപ്പ് പരിധി ഏകദേശം എത്തിയിരിക്കുന്നു. ഇനി കടമെടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ വീണ്ടും അനുമതി നൽകണം. അതിനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി, വെല്ലുവിളിയായൊക്കെ സർക്കാരിന് മുന്നിൽ നിൽക്കുന്നത്. കാരണം സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിക്കുകയും കടമെടുപ്പ് പരിധി എത്ര വേണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഒരു കണക്ക് സുപ്രീം കോടതിയിൽ നൽകിയത്. ഇത് പ്രകാരമുള്ള കടമെടുക്കാനുള്ള പരിധിയിലേക്ക് നിലവിൽ ഇപ്പോൾ സംസ്ഥാനം എത്തിയിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കടമെടുക്കാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകും. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സഹകരണ സംഘങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കടമെടുത്ത മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം. രാജ്യവിടെ ഏറ്റവും പ്രസക്തമാകുന്ന ചോദ്യം, ഈ ധനവകുപ്പ് സെക്രട്ടറി മുഖ്യമന്ത്രിയെ കാണുന്നു, കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. പക്ഷേ ഇതിനു മുമ്പും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ട് പോലും സർക്കാരിൻ്റെ ധൂർത്തിനൊരു കുറവും വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകളടക്കം മുടങ്ങുന്നു. മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ധൂർത്തും, അത് രാജ്യവും പലവട്ടം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ധൂർത്തിന് ഒരു പഞ്ഞവുമില്ല. എങ്ങനെ ചെലവ് ചുരുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും, അല്ലെങ്കിൽ ചെലവ് ചുരുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള മുന്നറിയിപ്പ് ലഭിക്കുമ്പോഴും തങ്ങളുടെ ചെലവ്, തങ്ങളുടെ ആർഭാടം, തങ്ങളുടെ ധൂർത്തിന് ഒരു കുറവും വരുത്തില്ല. അത്തരത്തിലുള്ളൊരു സമീപനവുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മറികടക്കാൻ പോലും കഴിയാത്ത, തരണം ചെയ്യാൻ പോലും കഴിയാത്ത അത്രയും ഭീകരമായ ഒരു പ്രതിസന്ധിയിലേക്ക് കേരളം നീങ്ങാൻ തന്നെയാണ് സാധ്യത, അല്ലേ?
സുരേഷ്, ഈ പ്രതിസന്ധി നേരിട്ടപ്പോൾ തന്നെ ധനവകുപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. കടുത്ത ചെലചുരുക്കൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്ക് പ്രതിസന്ധിയിലാകും. കാരണം വരുമാനം വർദ്ധിപ്പിക്കാൻ പല മാർഗ്ഗങ്ങളും സംസ്ഥാന സർക്കാർ നോക്കിയിരുന്നു. അത് ജനങ്ങളുടെ മേൽ അധിക നികുതി ഭാരം ഉൾപ്പെടെ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ നടത്തിയത്. നികുതി ഭാരം വർദ്ധിപ്പിക്കുന്നു, കെട്ടിടങ്ങളുടെ ഉൾപ്പെടെ നികുതി വർദ്ധിപ്പിക്കുന്നു, മദ്യത്തിന് വില വർദ്ധിപ്പിക്കുന്നു. അതും പല ഘട്ടങ്ങളിലായി മദ്യത്തിന് കുത്തനെ വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടായിരുന്നു. ചരിത്രത്തിലാദ്യമായി ഇന്ധന സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകാനുള്ള നീക്കം ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇതൊക്കെ പരാജയപ്പെടുകയായിരുന്നു. കാരണം സാധാരണക്കാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചെങ്കിൽ പോലും പിന്നീട് ഈ പണം കണ്ടെത്താൻ സർക്കാരിന് കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത് തന്നെയാണ്. വലിയ ദൂർത്താണ് സംസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചെലവ് ചുരുക്കൽ സാധാരണക്കാർക്ക് മാത്രമായി ചുരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം തന്നെ സർക്കാരിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ് നടത്തുന്ന 100 കോടി രൂപയ്ക്കടുത്തെങ്കിലും നവകേരള സദസ്സിന് ചെലവായി എന്നാണ് ഏകദേശ കണക്ക്. അതിന്റെ ചില കണക്കുകൾ നേരത്തെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി ക്ഷണക്കത്തുകൾ അച്ചടിക്കുന്നതിന് വേണ്ടി 10 കോടി രൂപയ്ക്കടുത്താണ് ചെലവഴിച്ചത്. മാത്രമല്ല നവകേരള സദസ്സിന്റെ പ്രചാരണത്തിനായി മാത്രം ഏകദേശം 10 കോടി രൂപയ്ക്കടുത്ത് മാറ്റിവെക്കുന്നു. വീണ്ടും തുക അനുവദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഈ സംസ്ഥാനത്തെ വികസന നേട്ടങ്ങൾ എന്ന പേരിൽ 5 സംസ്ഥാനങ്ങളിൽ തിയേറ്ററുകൾ വഴി പ്രദർശിപ്പിക്കുന്നതിന് ഏകദേശം 18 ലക്ഷം രൂപ അനുവദിക്കുന്നു. ഈ രീതിയിൽ ഒരു വശത്ത് ഇങ്ങനെ ദൂർത്ത് യഥേഷ്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കൊന്നും ഈ ചെലവ് ചുരുക്കൽ ബാധകമല്ല. അതേസമയം തന്നെ സാധാരണക്കാരെ പിഴിഞ്ഞുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നത് മാത്രമല്ല, സാധാരണക്കാർക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പോലും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. കാരുണ്യ പദ്ധതി അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ കാരുണ്യ പദ്ധതിയാണ് സംസ്ഥാനത്തെ സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്നത്. ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ ഈ കാരുണ്യ പദ്ധതിയിൽ കുടിശ്ശികയുണ്ടായതുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ഈ പദ്ധതിയോട് മുഖം തിരിക്കുന്ന ഒരു സമീപനമുണ്ട്. സപ്ലൈകോയിൽ ഈ ഓണക്കാലത്ത് പോലും സപ്ലൈകോയിൽ ആവശ്യമായ പണം സർക്കാർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിലവർധന ഉൾപ്പെടെ നടപ്പാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സപ്ലൈകോ എത്തിയിരിക്കുന്നു. ക്ഷേമ പെൻഷനുകൾ പൂർണ്ണമായും കൊടുത്തു തീർക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനമെങ്കിൽ അതിനുപോലും ഇപ്പോൾ കഴിയാത്തൊരു സാഹചര്യമാണ്. KSRTCയിലെ പെൻഷന്റെ കാര്യവും അതേ അവസ്ഥയിൽ നിലനിൽക്കുന്നു. ഹൈക്കോടതി തുടർച്ചയായി ഇടപെട്ടുകൊണ്ട് മാത്രമാണ് 1 മാസത്തെ പെൻഷനെങ്കിലും സർക്കാർ നൽകിയത്. ഈ രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ദൂർത്തിന് ഒരു കുറവുമില്ല. ഏതായാലും ഇനിയെങ്കിലും ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ വരും മാസങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയേക്കും എന്ന മുന്നറിയിപ്പാണ് നിലവിലിപ്പോൾ ധനവകുപ്പ് നൽകിയിരിക്കുന്നത്. കടുത്ത ചെലവ് ചുരുക്കൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകുവാൻ പ്രതിസന്ധിയിൽ നിന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്നത്. അടിയന്തരമായി നടപ്പിലാക്കേണ്ട പദ്ധതികൾ പോലും മുടങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. രാജീവാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.